ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ദേവൻ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് റൂമിലെത്തി TV ഓൺ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് രാവിലെ അത് എറിഞ്ഞുടച്ചത് ഓർമ്മ വന്നത്. അവൻ ചുറ്റുമൊന്ന് നോക്കി. അന്നാമ്മ എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അവൻ പോയി ബെഡിൽ കിടന്നു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് അഞ്ജലിയും നാൻസിയും കൂടിയിരുന്ന് ചർച്ചയിലായിരുന്നു. എന്നാലും ദേവൻ അവളെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ, നാൻസി പറഞ്ഞു. അവളുടെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അതാ എനിക്ക് പേടി തോന്നുന്നത്. ഒരിക്കൽ ഞങ്ങൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. എങ്കിലും ദേവനുമായി വീണ്ടും കാണുകയും അടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും അവനോടുള്ള പ്രണയം പുറത്തു വന്നു. അന്ന് അവൻ്റെ അമ്മയും അങ്കിളുമാ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ബന്ധത്തെ എതിർത്തിരുന്നത്. അമ്മയോടുള്ള അവൻ്റെ സ്നേഹം കാരണം അവൻ പ്രണയം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അന്ന് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു. അങ്കിളിൻ്റെ മകളുമായി അവൻ്റെ വിവാഹം ഫിക്സ് ചെയ്തു എന്നറിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. വിവാഹം കഴിഞ്ഞ് UK പോയ ശേഷം പിന്നീട് ഞാൻ ദേവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല. പിന്നീടുള്ള ദേവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞോ ഇല്ലയോ, വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്, ഒന്നും. പക്ഷേ ആ സമയത്ത് ദേവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ മരണത്തിന് ശേഷമാണ് അവൻ മെൻ്റലി അപ്സെറ്റ് ആയതെന്ന് ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അമ്മയെക്കുറിച്ചോ അവൻ്റെ അങ്കിളിനെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഒന്നും ദേവൻ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഞാൻ അറിയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവൻ അന്ന് വല്ലാതെ വയലൻ്റായി. പിന്നീട് ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല. ഞാൻ അവനെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ടെന്ന് അവനറിയാം. അവനത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അവൻ ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയില്ല. എന്നെങ്കിലും അവൻ്റെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചാ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ ഗൗരിയോടുള്ള അവൻ്റെ അപ്രോച്ച് അതെന്നെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്, അഞ്ജലി പറഞ്ഞു. ദേവനെക്കുറിച്ച് നിനക്കറിയാലോ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ആളല്ല ദേവൻ. അതുപോലെ തന്നെ ആരുടെയെങ്കിലും നെഗറ്റീവ് മാത്രം എടുത്തു പറയുന്നതും ദേവൻ ഇഷ്ടമല്ല. ദേവൻ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അയാളുടെ പോസിറ്റീവും നെഗറ്റീവും മനസ്സിലാക്കിയാണ്. നീ ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അവളുടെ നെഗറ്റീവ് മാത്രമാണ് നീ പറയുന്നതെന്നാ ദേവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതും നിന്നോട് ദേഷ്യപ്പെടുന്നതും. അവൾ ഇവിടെ വന്ന് ആദ്യം തന്നെ നല്ല പെർഫോമൻസ് അല്ലേ കാഴ്ചവെച്ചത്. ദേവൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ, അത് വളരെ ശരിയാണ്. അവൾ ശരിയില്ലെന്നറിഞ്ഞതിന് ശേഷവും അവളോടുള്ള സമീപനത്തിന് ദേവൻ ഒരു മാറ്റവും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാവുമെന്നാ മനസ്സിലാകാത്തത്. ഇനി ദേവന് അവളെക്കുറിച്ചുള്ള ധാരണ മാറാൻ കുറച്ച് പ്രയാസാ, നാൻസി പറഞ്ഞു. അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം. അതിന് എന്താ ഒരു വഴി, അഞ്ജലി പറഞ്ഞു. അതിന് അവളെക്കുറിച്ച് ദേവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. ലഞ്ച് ടൈം കഴിയാറായി. ഇനി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ഇപ്പോൾ വരും അവർ എന്ന് പറഞ്ഞ് നാൻസി അവിടുന്ന് എഴുന്നേറ്റ് പോയി. രവി റെസ്റ്റ് കഴിഞ്ഞ് ഓഫീസിൽ പോകാൻ സമയമായപ്പോൾ ദേവനെ വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന് ദേവൻ കോൾ അറ്റൻഡ് ചെയ്തു. സാർ, ഓഫീസിൽ പോകണ്ടേ, രവി ചോദിച്ചു. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ വരാം, ദേവൻ പറഞ്ഞു. TV ഇല്ലാത്തതുകൊണ്ട് സാർ ഉറങ്ങിയല്ലേ, രവി ചോദിച്ചു. എന്ന് മൂളി ദേവൻ കോൾ കട്ട് ചെയ്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. ആ സമയത്ത് രവി ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടി. അതിനുശേഷം ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ അവൾ ഒരു ബുക്ക് കയ്യിലെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രവിയെ കണ്ട് ഗൗരി ബുക്ക് മടക്കി കയ്യിൽ പിടിച്ചു. നീ മരുന്ന് കഴിക്കുന്നുണ്ടോ, രവി ചോദിച്ചു. അവൾ മൂളി. ഇപ്പോൾ വേദനയ്ക്ക് കുറവുണ്ടോ, രവി ചോദിച്ചു. അതിനും അവൾ മൂളുക മാത്രം ചെയ്തു. അവൾ അവിടെ പേടിച്ചിരിക്കുന്നത് കണ്ട് രവി പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട. നിന്റെ വീട് പോലെ തന്നെ കരുതിക്കോ. ഇനി നിന്നെ ഉപദ്രവിക്കൊന്നുമില്ല. സാറ് നീ കരുതുന്നത് പോലെ അത്ര ദുഷ്ടനൊന്നുമല്ല. ദേഷ്യം വന്നാൽ ചിലപ്പോൾ ചില നേരത്തെ ഇങ്ങനെയാ സ്വഭാവം, രവി പറഞ്ഞു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന അയാൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, രാക്ഷസൻ, ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. ഗൗരി ദേവനെ രാക്ഷസൻ എന്ന് വിളിക്കുന്നത് കേട്ട് രവിക്ക് ചിരി വന്നു. നീ ഇങ്ങനെ പറയുന്നത് സാറിനെക്കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാ. ശരിക്കും സാറ് ഒരു പാവാ. നിനക്കത് വഴിയെ മനസ്സിലാകും. ഞങ്ങളിപ്പോൾ ഓഫീസിലേക്ക് പോകും. സാറ് വരുന്നുണ്ടാവും, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോന്നു. ദേവൻ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ രവി ഗൗരിയുടെ റൂമിൽ നിന്ന് വരുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു. നീ എന്താ ഇവിടെ, ദേവൻ ചോദിച്ചു.
ഞാൻ അവൾക്ക് വേദന കുറവുണ്ടോയെന്ന് ചോദിക്കുകയായിരുന്നു, രവി പറഞ്ഞു. എന്നിട്ട് അവളെന്തു പറഞ്ഞു? ദേവൻ ചോദിച്ചു. മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു, രവി പറഞ്ഞു. ദേവൻ പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. രാമേട്ടാ, ഡോറടച്ചോ, രവി വിളിച്ചു പറഞ്ഞു. അവർ പോയപ്പോൾ രാമേട്ടൻ വന്ന് ഡോറടച്ചു. വൈകുന്നേരം രാഘവൻ ജോലി കഴിഞ്ഞ് വന്ന് ചായ കൊടുത്തു കഴിഞ്ഞപ്പോൾ പങ്കജം പറഞ്ഞു, ആ രാമകൃഷ്ണനെ കൊണ്ട് വല്ലാത്ത ശല്യായി. ഇന്നും അവൻ വന്നിരുന്നു. ഒരു വൃത്തികെട്ട നോട്ടവും വൃത്തികെട്ട സംസാരവും. എനിക്ക് പിടിക്കുന്നേ ഇല്ല അവനെ. എല്ലാം നീ വരുത്തി വച്ചത് തന്നെയല്ലേ, നിന്റെ ആർത്തി കൊണ്ടാ, രാഘവൻ പറഞ്ഞു. ഇപ്പം എല്ലാ കുറ്റവും എൻ്റേതായോ? നിങ്ങൾ തന്നെയല്ലേ ആ മണികണ്ഠനോട് പറഞ്ഞ് അവൻ്റെ ആലോചന കൊണ്ടുവന്നത്? പണക്കാരനാണ്, പണം തരാന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇത് സമ്മതിച്ചത്, പങ്കജം പറഞ്ഞു. ഞാൻ സമ്മതിച്ചെങ്കിൽ കല്യാണവും നടത്തി കൊടുക്കുമായിരുന്നു. നിന്റെ ആർത്തി കൊണ്ടല്ലേ അത് നടക്കാതിരുന്നത്. ഇപ്പം പെണ്ണ് എവിടെ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയില്ല, രാഘവൻ പറഞ്ഞു. അച്ഛാ, ചേച്ചി ഇന്നലെ ഇവിടെ വന്നിരുന്നു. കയ്യിലും കാലിലും തലയിലും എല്ലാം മുറിവുണ്ടായിരുന്നു, പങ്കജത്തിൻ്റെയും രാഘവൻ്റെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദീപ്തി പറഞ്ഞു. ആര്, ഗൗരിയോ? അവൾക്ക് എന്താ പറ്റിയത്, രാഘവൻ ചോദിച്ചു. പങ്കജം ദീപ്തിയെ നോക്കി കണ്ണുരുട്ടി. എന്നിട്ട് പറഞ്ഞു, അവൾക്കൊന്നും സംഭവിച്ചില്ല. എവിടെയോ കാല് തട്ടി വീണു, അത്രയുള്ളൂ. എന്നിട്ട് നീ എന്താ എന്നോട് ഇന്നലെ പറയാതിരുന്നത്, രാഘവൻ ചോദിച്ചു. പറയാൻ മാത്രം ഒന്നുമില്ല. അവൾ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ കാലെവിടെയോ തട്ടി വീണു. അവിടുന്ന് നേരെ ഇവിടേക്കാണ് വന്നത്. പിന്നെ അവൻ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു, പങ്കജം പറഞ്ഞു. ചേച്ചി നന്നായി കരയുന്നുണ്ടായിരുന്നു അച്ഛാ. നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു, ദീപ്തി പറഞ്ഞു. തല കല്ലിലോ മറ്റോ ഇടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല വേദന ഉണ്ടാകും. അതിന് അവളുടെ കയ്യിൽ മരുന്നും ഉണ്ടായിരുന്നല്ലോ, അതും അവൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമല്ല. രാമകൃഷ്ണനെ എന്താ ചെയ്യുക, അതാദ്യം പറയൂ, പങ്കജം പറഞ്ഞു. അടുത്ത മാസം ആ ചിട്ടി വിളിച്ചാലോ എന്ന് വിചാരിക്കുക, രാഘവൻ പറഞ്ഞു. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി തീരില്ലേ. ഇപ്പോൾ വിളിച്ചാൽ നഷ്ടാവും, പങ്കജം പറഞ്ഞു. അത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ചിട്ടി വിളിക്കല്ലാതെ വേറെ നിവർത്തിയില്ല, രാഘവൻ പറഞ്ഞു. കാലക്കേട് അല്ലാതെ എന്താ പറയുക. അവൾ ഒറ്റൊരുത്തി കാരണാ ഇതൊക്കെ ഉണ്ടായത്, പങ്കജം പറഞ്ഞു. വെറുതെ അവളെ കുറ്റം പറയണ്ട. അവൾ ഇവിടെ വന്നതുകൊണ്ട് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ. അവളെ കണ്ട് ജോലിക്ക് ഇറങ്ങിയാൽ ചിട്ടിപ്പിരിവിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. അതുമാത്രമല്ല, പുതിയ നിക്ഷേപകരെയും കിട്ടിയിരുന്നു. മുമ്പുണ്ടായിരുന്ന മാസങ്ങളേക്കാൾ കഴിഞ്ഞ 2 മാസം കമ്മീഷൻ എത്ര കൂടുതലാണ് കിട്ടിയിരുന്നതെന്ന് നിനക്കറിയാവുന്നതല്ലേ. നിന്നെയാണ് കണ്ടിട്ട് പോകുന്നതെങ്കിൽ ചിട്ടിക്കാശ് കിട്ടാൻ തന്നെ ഒരാളുടെ അടുത്ത് പലതവണ പോകേണ്ടി വരുമായിരുന്നു, രാഘവൻ പറഞ്ഞു. ഓഹോ, അപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അല്ലേ, പങ്കജം പറഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ വെറുതെ കൊണ്ടു നടക്കുന്നതല്ല, അതുതന്നെയാ സത്യം, എന്ന് പറഞ്ഞ് രാഘവൻ റൂമിലേക്ക് പോയി. ഇപ്പം എൻ്റെ കയ്യിലെങ്ങാനും അവളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വെട്ടിയരിഞ്ഞ് അരച്ച് കലക്കി സൂപ്പുണ്ടാക്കി കുടിക്കുമായിരുന്നു, പങ്കജം ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ, അച്ഛൻ കേൾക്കണ്ട. ചിലപ്പോൾ അച്ഛൻ അമ്മയെ സൂപ്പുണ്ടാക്കി കുടിക്കും. ഇപ്പം ചേച്ചിയോട് കുറച്ച് സ്നേഹമൊക്കെ അച്ഛനുണ്ട്, ദീപ്തി പറഞ്ഞു. എടി, നീ ഇപ്പോൾ നല്ലതുപോലെ തർക്കുത്തരം പറയാൻ തുടങ്ങിയിരിക്കുന്നു. മിണ്ടാതിരുന്ന് പഠിക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ നീ, എന്ന് പറഞ്ഞ് പങ്കജം അടുക്കളയിലേക്ക് പോയി. മനു രാത്രിയിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് വന്ന് അവൻ്റെ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കടന്ന് റൂം വീണ്ടും ലോക്ക് ചെയ്തു. റൂമിൻ്റെ ചുമരുകളിലെല്ലാം ഗൗരിയുടെ ഫോട്ടോ പതിച്ചിരിക്കുന്നു. അതിലേക്കൊന്ന് ചുറ്റും കണ്ണോടിച്ച് സന്തോഷത്തോടെ മനു പറഞ്ഞു. ഗൗരി, ഞാൻ വന്നു കേട്ടോ. പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് ടേബിളിന് മുകളിൽ വെച്ചു. കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ കീയും ടേബിളിന് മുകളിൽ വെച്ച് ബെഡിലിരുന്നു. ബെഡിൽ വിരിച്ചിരുന്ന പുതപ്പ് മാറ്റി അവിടെ ഉണ്ടായിരുന്ന ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ കയ്യിലെടുത്തു. വിവാഹിതരായതിനു ശേഷം വിവാഹമാലയും കഴുത്തിലിട്ട് അമ്പലത്തിന് മുന്നിൽ നിൽക്കുന്ന ഗൗരിയുടെയും മനുവിൻ്റെയും ഫോട്ടോ.